സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വലഞ്ഞ യാത്രക്കാർ. സംസ്ഥാനത്ത് കെഎസ്ആർടിസി ജീവനക്കാരുടെ സമരം തുടരുന്നു. താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് സർവീസ് നടത്താനുള്ള തീരുമാനത്തിൽ പ്രതിഷേധവും. പുലിപ്പേടിയിൽ പെരിന്തൽമണ്ണ മണ്ണാർമലയും. നാട്ടുകാർ വെച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ. നടപടിയില്ലാതെ വനം വകുപ്പ്. തിരുവനന്തപുരം ചാലയ്ക്ക് സമീപം തീപിടുത്തം. തീപിടിച്ചത് മാലിന്യ കൂമ്പാരത്തിന്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തലനാരിഴയ്ക്ക് ഒഴിവായത് വൻ അപകടം. വെള്ളിയാഴ്ച വന്നപ്പോഴാണ് 5 എണ്ണം പോയത്. പിന്നെ അത്ര ഇതാക്കിയില്ല. പിന്നെ തിങ്കളാഴ്ച വന്നപ്പോഴും ഫുള്ളും പോയത്. കുട്ടികളുടെ തോട്ടത്തിൽ നിന്ന് കോളിഫ്ലവർ മോഷ്ടിച്ച കള്ളൻ ആരാണ്? സങ്കടം പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിക്ക് തൈക്കാട് LPSലെ കുട്ടികളുടെ കത്ത്. മ്യൂസിയം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് കിണർ വെള്ളത്തിൽ പെട്രോൾ സാന്നിധ്യം. സമീപത്തെ പമ്പിൽ നിന്ന് കിണറുകളിലേക്ക് പെട്രോൾ ഒലിച്ചിറങ്ങുന്നു. കുടിവെള്ളം മുട്ടി പാറശാല, പനച്ചമൂട്, പുലിയൂർ മേഖലകൾ. വിശദമായി നോക്കാം. സംസ്ഥാനത്ത് കെഎസ്ആർടിസി ജീവനക്കാരുടെ സമരം തുടരുകയാണ്. TDFന്റെ നേതൃത്വത്തിലാണ് സമരം. അതേസമയം താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് സർവീസ് നടത്താനുള്ള മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെ വിവിധയിടങ്ങളിൽ വ്യാപക പ്രതിഷേധമുണ്ടായി. നെടുമങ്ങാട് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ രാത്രി മുതൽ TDFന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ കെഎസ്ആർടിസിയുടെ ജീവനക്കാരുടെ പണിമുടക്കാണ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കിടയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. TDF അവകാശപ്പെടുന്നത് ഏതാണ്ട് 70% ജീവനക്കാർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് തമ്പാനൂരിലെ കിഴക്കേക്കോട്ടയിലുള്ള കെഎസ്ആർടിസിയുടെ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ പക്ഷേ സർവീസുകൾ സാധാരണയായി തന്നെ നടക്കുന്നുണ്ട്. അതായത് താൽക്കാലിക ജീവനക്കാരെ കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സർവീസുകൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ ഈ സർവീസുകൾ നടത്താൻ, ഈ സമരം തുടങ്ങിയതിനു ശേഷം സർവീസ് നടത്താനുള്ള നീക്കത്തിനെതിരെയാണ് ഇന്നലെ രാത്രി വൈകി പാപ്പനമോട്, അതോടൊപ്പം ഇന്ന് രാവിലെ പാലോട്, അതിനു പുറമെ നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടായത്. നെടുമങ്ങാടും പാലോടും പ്രതിഷേധവുമായി രംഗത്തെത്തിയ TDF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട്, കൊട്ടാരക്കര തുടങ്ങിയ സ്ഥലങ്ങളിലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. ഈ താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് സ്വിഫ്റ്റ് ബസ്സുകളടക്കം സർവീസ് നടത്താനുള്ള നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിലാണ് പ്രതിഷേധക്കാരെ പോലീസിന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട സാഹചര്യമുണ്ടായത്. പ്രധാനമായും 4 ആവശ്യങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത്, സമരം തുടരുന്നത്. അതിൽ തന്നെ എല്ലാ 5-ാം തീയതിക്ക് മുമ്പായിട്ട് കൃത്യമായി കെഎസ്ആർടിസിയുടെ ശമ്പളം നൽകുമെന്നായിരുന്നു നേരത്തെ ഗതാഗത മന്ത്രി അടക്കം നൽകിയ ഉറപ്പ്. പക്ഷേ അത് പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് ആക്ഷേപം. അതോടൊപ്പം DA കുടിശ്ശിക കൃത്യമായി നൽകുക, ദേശസാൽകൃത റൂട്ടുകളിലെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, ഈ ആവശ്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ കെഎസ്ആർടിസി ജീവനക്കാരുടെ സമരം ഈ TDFന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ സമരം പ്രഖ്യാപിച്ചത് TDF ആണെങ്കിലും അതിന് പിന്തുണയുമായി മറ്റ് യൂണിയനുകളിലെ ഒരു വിഭാഗം ജീവനക്കാർ കൂടി പങ്കെടുക്കുന്നുണ്ട് എന്നാണ് TDFന്റെ അവകാശവാദം. അതുകൊണ്ടാണ് ഇത്രയധികം സ്ഥിരം ജീവനക്കാർ ഈ ജോലിയിൽ നിന്ന് ഇന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമുള്ളത്. ഡയസ്നോൺ പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം കെഎസ്ആർടിസി മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഉറപ്പുവരുത്തിയിരുന്നു. പക്ഷേ അത് വകവയ്ക്കാതെയാണ് ഈ സമരം മുമ്പോട്ട് പോകുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് താൽക്കാലിക ജീവനക്കാരെ കൂടുതലായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും സർവീസുകൾക്ക് കോട്ടം തട്ടാതെ സർവീസുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തത്. ഈ വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണ് സംസ്ഥാനത്ത് ഇപ്പോൾ TDF ആഹ്വാനം ചെയ്ത കെഎസ്ആർടിസി ജീവനക്കാരുടെ സമരം പുരോഗമിക്കുന്നത്. തിരുവനന്തപുരം ചാല കമ്പോളത്തിന് സമീപം തീപിടുത്തം. ചാല സഭാപതി സ്ട്രീറ്റിലെ മാലിന്യ കൂമ്പാരത്തിനാണ് തീപിടിച്ചത്. പുലർച്ചെ 4:30യോടുകൂടിയാണ് സംഭവം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. 30-ലധികം കുടുംബങ്ങൾ സഭാപതി സ്ട്രീറ്റിലുണ്ട്. ഇവിടുത്തെ മാലിന്യം നീക്കണമെന്നുള്ളത് വർഷങ്ങളായുള്ള ആവശ്യമാണ്.
കാസർകോട് ചീമേനി നെടുമ്പയിൽ വൻ കവർച്ച. വീട്ടിൽ നിന്നും 45 പവനും വെള്ളിപ്പാത്രങ്ങളും മോഷ്ടിച്ചു. നെടുമ്പയിൽ സ്വദേശി എൻ മുകേഷിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഇവിടെ ജോലി ചെയ്തിരുന്ന നേപ്പാൾ സ്വദേശികളായ ദമ്പതികളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ഇന്നലെ രാവിലെ 11നും വൈകുന്നേരം 3 മണിക്കും ഇടയിലാണ് കവർച്ച നടന്നതെന്നാണ് സൂചന. ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. 1 കിലോമീറ്ററോളം അപ്പുറത്തായി ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട് അടച്ചിട്ട നിലയിലാണ്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നയാൾ പിടിയിൽ. വാമനപുരം സ്വദേശി പ്രസാദാണ് പിടിയിലായത്. നിലമേൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും 40,000 രൂപ ഇയാൾ കവർന്നിരുന്നു. വിവിധ സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ 10ഓളം കേസുകൾ നിലവിലുണ്ട്. തിരുവനന്തപുരം പാറശാല, പനച്ചമൂട്, പുലിയൂർ മേഖലകളിൽ വീടുകളിലെ കിണറ്റിൽ പെട്രോൾ സാന്നിധ്യം. സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നുള്ള ചോർച്ചയാണ് പെട്രോൾ വെള്ളത്തിൽ കലരാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പനച്ചമൂട്, പുലിയൂർ നിവാസികൾക്ക് കുടിവെള്ളം മുട്ടിയിട്ട് ഏറെ നാളായി. ഈ വീടുകളിലൊക്കെ കിണറുണ്ട്, പക്ഷേ ഈ വെള്ളം ഒരാവശ്യത്തിനും ഉപയോഗിക്കാനാകില്ല. സമീപത്തെ പമ്പിൽ നിന്ന് കിണറുകളിലേക്ക് പെട്രോൾ ഒലിച്ചിറങ്ങുന്നതാണ് കാരണം. സുകുമാരൻ, അബ്ദുൾ റഹ്മാൻ, ഗോപി, ബിനു തുടങ്ങിയവരുടെ വീടുകളിലെ കിണറുകൾ ഇതോടെ ഉപയോഗശൂന്യമായി. കോരുന്ന വെള്ളത്തിൽ തീ പടരുന്ന അവസ്ഥയാണ്. ഇത് നാട്ടുകാരെ ഭീതിയിലാക്കുന്നു. വെള്ളത്തിന് പെട്രോളിന്റെ രൂക്ഷ ഗന്ധമാണ്. നാട്ടുകാർ വെള്ളറട പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചു. സംഘം പരിശോധന നടത്തി. പമ്പ് നിൽക്കുന്ന ഇവിടെ തമിഴ്നാടിന്റെ ഭാഗമായതിൽ നടപടിയെടുക്കുന്നതിന് പരിധിയുണ്ടെന്നാണ് അധികൃതരുടെ നിലപാട്. ഞങ്ങളെ വീടിന്റെ ഓപ്പോസിറ്റ് പെട്രോൾ പമ്പാണ്, HP പെട്രോൾ പമ്പ്. ആ പെട്രോൾ പമ്പിൽ നിന്നാണ് ലീക്ക് ഇങ്ങോട്ട് പെട്രോൾ ലീക്കായി കൊണ്ടിരിക്കുന്നത്. കുടിവെള്ളമില്ല. കുടിവെള്ളം നമ്മളെ അധോഗതിയായി. കുട്ടികൾക്ക് അസുഖമായി. ഈ കുടിവെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, കുളിക്കാൻ പറ്റുന്നില്ല, ഒന്നിനും ഇപ്പോൾ കുടിവെള്ളം ഭയങ്കര പ്രശ്നമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കിയിൽ മന്ത്രി AK ശശീന്ദ്രന് നേരെ കരിങ്കൊടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇടുക്കിയിലെ വന്യജീവി ആക്രമണം തടയാൻ നടപടിയില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. കൊല്ലം കടയ്ക്കലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച അപകടം 2 പേർക്ക് പരിക്ക്. കൊട്ടകം സ്വദേശി മഹേഷ്, അഭിഷേക് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത്. കടയ്ക്കലിലേക്ക് പോവുകയായിരുന്ന ബൈക്കും കടയ്ക്കലിൽ നിന്ന് വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. പാലായിൽ കൈതത്തോട്ടത്തിൽ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയേക്കും. പ്രദേശത്തു നിന്നും ഡിസംബറിൽ കാണാതായ വയോധികന്റെ മൃതദേഹമാണെന്നാണ് പ്രാഥമിക നിഗമനം. വിദേശത്തുള്ള മക്കൾ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിരുന്നു. പിന്നാലെ വന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ജനുവരി 16 പ്രദേശത്ത് വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് കോളിഫ്ലവർ മോഷ്ടിച്ച കള്ളനെ പിടിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കുട്ടികളുടെ കത്ത്. തൈക്കാട് LPSലാണ് മോഷണം നടന്നത്. മ്യൂസിയം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക്, ഞങ്ങൾ തൈക്കാട് ഗവൺമെന്റ് മോഡൽ HSLPSലെ കുട്ടികളാണ്. മന്ത്രി അപ്പൂപ്പൻ നമ്മുടെ സ്കൂളിൽ വന്നതല്ലേ? ആരൊക്കെയോ സ്കൂൾ പരിസരത്ത് ആളില്ലാ നേരത്ത് കയറി പച്ചക്കറി മോഷ്ടിച്ച് കൊണ്ടുപോകുന്നു. ശിവൻകുട്ടി അപ്പൂപ്പൻ ഈ വിഷയം ഗൗരവത്തോടെ കാണണം. നെഞ്ചുരുകിയാണ് ഈ കുട്ടികൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തെഴുതിയത്. അത്രയധികം വിഷമമുണ്ട് അവർക്ക്. രാവിലെ സ്കൂളിൽ വന്നാൽ വെള്ളമൊഴിക്കും. വളമിടുന്നതും കള പറിക്കുന്നതും ഒക്കെ കുട്ടികൾ തന്നെ. അങ്ങനെ ആറ്റുനോറ്റ് പരിപാലിച്ചുണ്ടാക്കിയ പച്ചക്കറിയാണ് ആ കള്ളൻ കൊണ്ടുപോയത്. അതും വിളവെടുക്കാനിരുന്ന ദിവസം. പിന്നെ എങ്ങനെ സങ്കടം വരാതിരിക്കും? വിളവെടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു കോളിഫ്ലവർ ഒന്നും ഇല്ലായിരുന്നു, വഴുതനയൊന്നും ഇല്ലായിരുന്നു. എത്ര ഉണ്ടായിരുന്നു ഇവിടെ? ഇവിടെ കോളിഫ്ലവർ 32 ഉണ്ടായിരുന്നു. ഇപ്പൊ 2 ഉള്ളൂ. അത് വളരുന്നേ ഉള്ളൂ. നല്ല സങ്കടമുണ്ട്. നല്ല സങ്കടമുണ്ട്. നല്ല സങ്കടം. എന്ത് ചെയ്ത് എന്നിട്ട് പോലീസിനെ അറിയിച്ചോ? മന്ത്രി അപ്പൂപ്പനെ അറിയിച്ചോ?
വൈകിട്ടും രാവിലെയൊക്കെ എണ്ണ ഒഴിക്കുമായിരുന്നു. അന്ന് വെള്ളിയാഴ്ച വന്നപ്പോൾ ആണ് 5 പോയത്. പിന്നെ അത്ര ഇതാക്കിയില്ല. പിന്നെ തിങ്കളാഴ്ച വന്നപ്പോൾ ഫുള്ളും പോയത്. പോലീസിൽ പരാതി നൽകി മന്ത്രിക്ക് കത്തെഴുതി. ഒരൊറ്റ ആവശ്യം, കള്ളനെ പിടിക്കണം. ഒരു ജീവികളും ഇത്രയും 30 ഒന്നും ഒരുമിച്ച് വന്ന് കഴിച്ചിട്ട് പോകത്തില്ല. ആണെങ്കിൽ തന്നെ അതിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കാണണ്ടേ? ഇത് സ്കൂളുമായിട്ട് നിരന്തരം ബന്ധമുള്ള അല്ലെങ്കിൽ സ്കൂളിലെ നന്നായിട്ട് അറിയുന്ന ആരോ ചെയ്തായിരിക്കാനാണ് സാധ്യത. സ്കൂളിൽ CCTV വെക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് PTA ഭാരവാഹികളും പറയുന്നു. ഒരിടയ്ക്ക് ആലോചന ഉണ്ടായി സെക്യൂരിറ്റീനെ വെക്കാൻ. പക്ഷെ അപ്പോഴായാലും അതിൻ്റെ ഒരു സാമ്പത്തിക ബാധ്യത PTA എടുക്കണം. ഈ കൃഷിയടക്കം നമ്മളടക്കം ഫണ്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യണേ. അപ്പം അത്തരം സംവിധാനങ്ങൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ സംബന്ധിച്ച് എപ്പോഴും വലിയ വെല്ലുവിളി തന്നെയാണ്. മ്യൂസിയം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമീപത്തൊന്നും CCTV ഇല്ലാത്തതാണ് കേസ് അന്വേഷണത്തിൽ വെല്ലുവിളി. ന്യൂസ് 18 തിരുവനന്തപുരം. അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാതെ പാലം തുറന്നു കൊടുത്തതോടെ പൊടിശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് കണ്ണൂർ കരുവഞ്ചാലിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും യാത്രക്കാരും. ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ എടുത്ത എളുപ്പപ്പണി ഇങ്ങനെയായിരുന്നു. ഇത് ഇത്ര വലിയ പൊല്ലാപ്പാകുമെന്നവർ കരുതിയിരുന്നില്ല. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടിയ കരുവഞ്ചാലിന് ഏറെ ആശ്വാസമായിരുന്നു പുതിയ പാലം. വിവാദങ്ങൾക്കൊടുവിൽ പാലം തുറന്നുകൊടുത്തു. അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയതുമില്ല. മണ്ണിട്ടു നികത്തി വാഹനങ്ങൾ കടന്നുപോകാൻ വഴിയൊരുക്കി. വാഹനമൊന്ന് കടന്നുപോയാൽ പൊടിപടലങ്ങൾ ടൗണിലാകെ വ്യാപിക്കും. കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് ഏറെയാണ്. പൊടിശല്യം രൂക്ഷമായതോടെ ഓട്ടോ ഡ്രൈവർമാരും കടക്കാരും ഉൾപ്പെടെ ഓരോ 10 മിനിറ്റിലും വെള്ളം പമ്പ് ചെയ്യും. ദിവസവും 4 തവണയെങ്കിലും വണ്ടി കഴുകേണ്ട ഗതികേടിലാണ് ഇവിടത്തെ ഓട്ടോ ഡ്രൈവർമാർ. ഈ കരിഞ്ചാല് പാലത്തിൻ്റെ ഇവിടെ നമുക്ക് യാതൊരു രക്ഷയില്ല. വണ്ടി ഓടിക്കുന്ന ആൾക്കാരെല്ലാം നിന്ന് ശ്വാസം മുട്ടുകയാണ്. വണ്ടി പോകുന്ന കുറേ പൊടിയെല്ലാം കൂടെ ഈ ടൗണിൽ കൂടെ അന്തരീക്ഷത്തിലൂടെ പറക്കുക. നമുക്ക് യാതൊരു രക്ഷയില്ല. വണ്ടി ഓടിക്കുന്ന ഓരോ വണ്ടി മുമ്പോഴും നനച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നനയ്ക്കുന്നതിനൊക്കെ പൈപ്പ് വെച്ച് നനയ്ക്കുന്നു. അത് കഴിയുമ്പോൾ പരിപാടി നിൽക്കുന്നു. അത് പോകെ 10 മിനിറ്റ് കഴിയുമ്പോൾ അതുപോലെ ഉണങ്ങുന്നു. വീണ്ടും പൊടിയോട് തന്നെ. വേനൽ കൂടിയായതോടെ ജലക്ഷാമവും രൂക്ഷമാണ്. പൊടിശല്യത്തിന് പരിഹാരം കാണണമെങ്കിൽ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ആലക്കോട്. അശ്വമേധം കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞത്തിന് ചാവക്കാട് നഗരസഭയിൽ തുടക്കമായി. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായാണ് പരിപാടി. വളണ്ടിയർമാർ ഓരോ വീടും സന്ദർശിച്ച് വിവരശേഖരണം തുടങ്ങി. ചാവക്കാട് നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാടുകൾ പരിശോധിക്കാം, ആരോഗ്യം കാക്കാം എന്ന സന്ദേശവുമായാണ് രോഗനിർണയം. ചാവക്കാട് നഗരസഭയിലെ മുഴുവൻ വീടുകളിലും വോളണ്ടിയർമാർ എത്തും. ശരീരത്തിൽ പാടുകൾ, ഉണങ്ങാത്ത വ്രണങ്ങൾ, തടിപ്പ്, കൈകാലുകൾക്ക് പെരുപ്പ്, മരവിപ്പ് എന്നീ ലക്ഷണങ്ങൾ പരിശോധിച്ച് ചികിത്സ ഉറപ്പുവരുത്തും. 32 വാർഡുകളിലും നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയേഴ്സ്, പ്രത്യേകിച്ചും ആശാ വർക്കേഴ്സാണ് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഈ ക്യാമ്പയിൻ ഏറ്റവും ഫലപ്രദമായി തന്നെ നഗരസഭയ്ക്കകത്ത് നടപ്പിലാക്കി ഈ സമ്പൂർണമായും ചാവക്കാട് നഗരസഭയെ കുഷ്ഠരോഗ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നഗരസഭ തുടക്കം കുറിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ സൗജന്യമാണ്. നഗരസഭയിലെ എല്ലാ വാർഡുകളിലും വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞാണ് പരിശോധന. രോഗം സ്ഥിരീകരിക്കുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകും. ഇതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പരിശീലനം സിദ്ധിച്ച വോളണ്ടിയർമാർ ഓരോ വീടുകളിലും ചാവക്കാട് നഗരസഭാ പരിധിയിലെ എല്ലാ വീടുകളിലും സന്ദർശിച്ച് അവിടെയുള്ള ആളുകളുടെ ശരീരത്തിൽ സ്പർശനശേഷി കുറഞ്ഞ, നിറം മങ്ങിയ, ചുവന്നതോ ആയ പാടുകൾ, തടിപ്പുകൾ, തടിച്ചതും തിളക്കമുള്ളതുമായ ചർമ്മം, വേദനയില്ലാത്ത വ്രണങ്ങൾ, കൈകാലുകളിലെ മരവിപ്പ്, പെരുപ്പ് എന്നീ ലക്ഷണങ്ങൾ അവർക്കുണ്ടെങ്കിൽ അത്തരം ലക്ഷണങ്ങൾ പരിശോധിച്ച് കുഷ്ഠരോഗമല്ല എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഫെബ്രുവരി 12 വരെയാണ് വീടുകളിലെ സന്ദർശനം. ജനപ്രതിനിധികൾ, അംഗൻവാടി പ്രവർത്തകർ, ആശാപ്രവർത്തകർ, താലൂക്ക് ആശുപത്രി പൊതുജനാരോഗ്യ വിഭാഗം ജീവനക്കാർ, CDS പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 ഗുരുവായൂർ. കാസർകോട് മേള പെരുമഴ തീർത്ത് ചെണ്ടമേളത്തിൽ കുട്ടികളടക്കം 100ഓളം കലാകാരന്മാരുടെ അരങ്ങേറ്റം. 10 മാസം നീണ്ട പരിശീലനത്തിന് ശേഷം ഉദുമ ഷൺമുഖ മഠത്തിലാണ് അരങ്ങേറ്റം നടന്നത്. 8 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ചെണ്ടയിൽ പരിശീലനം നേടി കൊട്ടിക്കയറിയത്. ഗണപതിക്കൈ, ചെമ്പടമേളം, ത്രിപുട, പഞ്ചാരി 4-5 കാലങ്ങളിലൂടെ അരങ്ങേറ്റമേളം കടന്നുപോയി. ആസ്വാദനം 1.5 മണിക്കൂറോളം നീണ്ടു. കഴിഞ്ഞ ഏപ്രിൽ 10-ാം തീയതിയാണ് ഈ ചെണ്ടമേള ക്ലാസ് തുടങ്ങിയത്.
ഇപ്പോൾ നാടിൻ്റെ നാനാഭാഗത്തുള്ള കുട്ടികളും രക്ഷിതാക്കളും അതേപോലെ പിന്നെ വീട്ടമ്മമാരും കുറച്ച് പ്രായമുള്ളവരൊക്കെ ഉണ്ട്. ഏകദേശം 6 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് വരെയുള്ള ആൾക്കാർ പിന്നെ ഈ ചെണ്ടമേള അഭ്യസിക്കാൻ വന്നിട്ടുണ്ടായി. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലായിരുന്നു ചെണ്ട പരിശീലനത്തിന് തുടക്കം കുറിച്ചത്. പ്രശസ്ത വാദ്യ കലാകാരൻ കൊക്കാൽ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ സൗജന്യമായാണ് പരിശീലനം നൽകിയത്. ആദ്യം ഒരുക്കേണ്ടത് ഇതിന്റെ കല്ലുകൾ കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. നമ്മുടെ അച്ചേരിയിലത്തെ പ്രവാസി സംഘടനകളുടെ ബന്ധപ്പെട്ടിട്ടാകുമ്പോൾ അവരാണ് നമുക്ക് ഈ കല്ല് തന്നെ സഹായിച്ചത്. പിന്നെ പുളിയുടെ മുട്ടി ഇതൊക്കെ നമ്മുടെ ക്ലബിൻ്റെ ആൾക്കാർ തന്നെ എല്ലാവരും കൂടി തയ്യാറാക്കിയാണ് കൊണ്ടു തന്നിട്ടുള്ളത്. ഇപ്പോൾ ക്ലബിൻ്റെ നല്ല പരിപൂർണ്ണ സഹകരണം എല്ലാ മേഖലയിലും നമ്മൾ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് ജീവകാരുണ്യ മേഖലയിലൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മൾ ഈ പ്രസിദ്ധ ഒരു ക്ലബ്ബാണ് ഈ ക്ലബ്ബ്. പിന്നെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഏകദേശം ഈ നാട്ടിലേക്ക് തന്നെ ഒഴുകിയെത്തി ഈ അരങ്ങേറ്റം ഭംഗിയായി കണ്ടു എന്നാണ് വിശ്വാസം. സൗജന്യ പരിശീലനത്തിന് കൊക്കാൽ ഷൺമുഖ ക്ലബ്ബ് നേതൃത്വം നൽകി. ഉദുമ ഷൺമുഖ മഠത്തിൽ നിന്ന് അരങ്ങേറ്റ മേളം കാണാൻ വൻ ജനാവലി ഒത്തുകൂടി. ന്യൂസ് 18 കാസർഗോഡ്. വേദിയെ കീഴടക്കി കുരുന്നുകളുടെ കലാപ്രകടനം. പുനലൂർ ഉപജില്ലയിലെ 38 സ്കൂളുകളിലെ പ്രീ പ്രൈമറി കുരുന്നുകളുടെ കലാപ്രകടനം കാണാൻ രസമുള്ള കാഴ്ചയാണ്. അതൊന്ന് കണ്ടുവരാം. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ 5 വേദികളിലായാണ് കുരുന്നുകളുടെ കലാപ്രകടനം നടന്നത്. 500-ൽ പരം കുട്ടികളാണ് വിവിധ കലാപരിപാടികളിൽ പങ്കാളികളായത്. നിറപ്പകിട്ടാർന്ന സ്വാഗത നൃത്തത്തോടെ ആരംഭിച്ച കിലുക്കാമ്പിട്ടി 2025 എന്ന കലാവിരുന്നിൽ ടൗൺ വാർഡ് കൗൺസിലർ നിമ്മി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. പുനലൂർ AEO അജയ്കുമാർ D സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ഉദ്ഘാടനം നിർവഹിച്ചു. കഥ, സ്കിറ്റ്, ചിത്രം വര, നിറം നൽകൽ, നിർമ്മാണം, ശാസ്ത്ര പരീക്ഷണങ്ങൾ, വെജിറ്റബിൾ പ്രിന്റിംഗ്, നാടൻ പാട്ട് അഭിനയ ഗാനങ്ങൾ, വിവിധ തരം കുട്ടിപ്പാട്ടുകൾ, സംഘനൃത്തം, നാടോടി നൃത്തം, പ്രച്ഛന്നവേഷം ഇങ്ങനെ വിവിധങ്ങളായ കലാപരിപാടികളാണ് അരങ്ങേറിയത്. ന്യൂസ് 18 പുനലൂർ. 600 പൂരക്കളി കലാകാരന്മാരെ ഒന്നിച്ചണിനിർത്തി കാസർഗോഡ് ചെറുവത്തൂരിൽ മെഗാ പൂരക്കളി അരങ്ങേറി. പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്ന ചെറുവത്തൂർ തിരുത്തി നീലമംഗലം ക്ഷേത്രത്തിലാണ് പൂരക്കളി കലാകാരന്മാർ വിസ്മയം സൃഷ്ടിച്ചത്. ആയോധന മുറകളുടെ ചുവടുകളും പുരാവൃത്തങ്ങളുടെ വായ്ത്താരിയും ഒന്നിച്ചു ചേർന്ന സവിശേഷമായ കലാരൂപമാണ് മലബാറിന്റെ സ്വന്തം പൂരക്കളി. 1-ാം നിറം, 5-ാം നിറം, 18-ാം നിറം, ഗണപതി, പൂരമാല എന്നിവയിൽ ഒരുമയുടെ ചുവടുകൾ ചേർത്ത് വെച്ച് കലാകാരന്മാർ സദസ്യരെ വിസ്മയിപ്പിച്ചു. 4 വയസ്സുകാരൻ നീലേശ്വരം കൊയ്യാമ്പുറത്തെ അദർ മനോജ് മുതൽ 76 വയസ്സുള്ളവർ വരെ പൂരക്കളിയിൽ ഒന്നിച്ച് ചുവടുവെച്ചു. കഴകത്തിന്റെ പരിധിയിലുള്ള 10 കേന്ദ്രങ്ങളിൽ 30ഓളം പേരുടെ നേതൃത്വത്തിൽ മാസങ്ങൾ നീളുന്ന പരിശീലനമാണ് നടത്തിയത്. PK നാരായണൻ അച്ചാംതുരുത്തി, K പ്രദീപൻ കിഴക്കേമുറി എന്നിവരാണ് മുഖ്യ പരിശീലകർ. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നാൾ വരെ വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളിലും തെയ്യക്കാവുകളിലും പൂരാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന പൂരക്കളിയിൽ സാധാരണയായി 100-ൽ താഴെ കളിക്കാരാണ് അരങ്ങിലെത്താറുള്ളത്. ഇനി 1001 പേരെ അണിനിരത്തി പൂരക്കളിയിൽ ചരിത്രം സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം. ന്യൂസ് 18 ചെറുവത്തൂർ. പരമ്പരാഗത വിളകൾ ഉപേക്ഷിച്ച് പുതിയ കൃഷിയിലേക്ക് തിരിഞ്ഞ കോതമംഗലത്തെ ദമ്പതികൾ ഇപ്പോൾ സന്തുഷ്ടരാണ്. വിളകളുടെ വിലയിടിവ് മൂലം ബുദ്ധിമുട്ടിയിരുന്ന കാലം കഴിഞ്ഞതിലുള്ള ആശ്വാസത്തിലാണ് ജോബിയും സിനിയും. 25 വർഷമായി കാർഷിക രംഗത്ത് സജീവമായിരുന്ന ജോബിക്കും ഭാര്യ സിനിക്കും ഓരോ തവണ കൃഷിയിറക്കുമ്പോഴും ആശങ്കയായിരുന്നു. ഓരോ തവണയും നഷ്ടം കൂടിക്കൂടി വന്നു. പരമ്പരാഗത വിളകളൊക്കെ വിലത്തകർച്ച നേരിട്ടപ്പോൾ ഇവർ തിരിഞ്ഞത് ബോഗെയിൻ വില്ലയിലേക്കായിരുന്നു. പൈങ്ങോട്ടൂരിന് സമീപം കുളപ്പുറത്താണ് ഇവരുടെ കൃഷിയിടം. 8 ഏക്കറോളം സ്ഥലത്ത് വിവിധ കൃഷികളും ഒരു നഴ്സറി നടത്തുന്നുണ്ട് ഇവർ. മറ്റ് കൃഷികളെ അപേക്ഷിച്ച് കുറഞ്ഞ കാലയളവിൽ കൂടുതൽ ലാഭം നേടാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. കഴിഞ്ഞ 30 വർഷത്തോളമായിട്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നവരാണ് ഞങ്ങൾ. കാർഷിക ഐറ്റങ്ങളുടെ എല്ലാം വിലയിടിവും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നതിന് ശേഷം കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് തൈകളോ അല്ലെങ്കിൽ മറ്റു രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ചിന്ത വന്നത്. ജോബിയുടെ വീടും പരിസരവും കടലാസ് പൂക്കൾ വസന്തം തീർത്തതോടെ ഇവിടത്തേക്ക്
പുഷ്പപ്രേമികളുടെ ഒഴുക്കും തുടങ്ങി. ഫ്ലെയിം റെഡ്, റൂബി റെഡ്, ഫയർ ഓപ്പൽ, ബ്രേസ റെഡ് തുടങ്ങിയവ ഉൾപ്പെടെ ഇവിടെയുണ്ട്. 50ഓളം ഇനങ്ങളിലായി 1000-ലധികം ചെടികൾ. ബോഗെയിൻവില്ലയുടെ സീസണായ സെപ്റ്റംബർ മുതൽ മെയ് വരെ ആവശ്യക്കാർ ഏറെയാണെന്നും ജോബി ജോർജ് പറയുന്നു. ന്യൂസ് 18 കോതമംഗലം. പുലിഭീതിയിലാണ് മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമല നിവാസികൾ. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞു. പുലിയെ ഉടൻ പിടികൂടാൻ ആവശ്യമായ നടപടികൾ വനംവകുപ്പ് എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പുലിയുടെ ദൃശ്യങ്ങൾ മേഖലയിൽ റോഡിനോട് ചേർന്ന് സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞത്. കൊടികുത്തിയ മലനിരകളുടെ അനുബന്ധമാണ് മണ്ണാർമലയിലെ ഈ പ്രദേശങ്ങൾ. ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ പുലി ഇറങ്ങിയതായി നാട്ടുകാർ വനം വകുപ്പിനെ അറിയിച്ചിരുന്നു. എന്നാൽ വനം വകുപ്പ് പുലിയെ പിടികൂടാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല. തുടർന്ന് നാട്ടുകാർ ഒരുമിച്ച് CCTV ക്യാമറ സ്ഥാപിക്കുകയായിരുന്നു. പുലിയുടെ സാന്നിധ്യം സംശയിച്ചിരുന്ന ഭാഗങ്ങളിലേക്ക് നാട്ടുകാർ ക്യാമറ മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ പുലിയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു. പുലിയെ പിടികൂടാനുള്ള നടപടി ഇനിയെങ്കിലും വനം വകുപ്പ് ഊർജിതമാക്കണമെന്നാണ് അവരുടെ ആവശ്യം. കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായത് നമ്മളെ റിസ്കിൽ കാളികാവിൽ പോയിട്ട് വലിയ ലോറിയിൽ ഈ കൂട് കെണി ഇങ്ങോട്ട് സ്വന്തം റിസ്കിൽ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എക്സ്പെൻസ് പോലും ഞങ്ങൾ നാട്ടുകാർ പിരിവിട്ടിട്ട് ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 4000 രൂപയോളം അന്ന് ഞങ്ങൾക്ക് എക്സ്പെൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല ഞങ്ങൾ 3000-4000 രൂപേൻ്റെ ആടിനെ വാങ്ങിയിട്ട് ആ ആടിനെ ഞങ്ങൾ കൂടുതൽ സ്ഥാപിച്ചിട്ട് അതിന് ഞങ്ങൾ ഭക്ഷണം കൊടുത്തുകൊണ്ട് നിരന്തരം ഒരു പോറ്റുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും അത് വേണ്ടമാതിരി അവർ അത്ര ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ട് പോലും അവർ വേണ്ടമാതിരി ഇടപെടൽ നടത്തുന്നില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും കെണി വെക്കലും അതിൻ്റെ നിരന്തരമുള്ള ഫോളോ അപ്പും അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് അതിൽ എന്താണോ സ്ഥാപിക്കുന്നത് വെച്ചാൽ അതടക്കം ഇതിലടക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. പെരിന്തൽമണ്ണ നഗരത്തിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള പ്രദേശമാണ് മണ്ണാർമല. സാധാരണ തോട്ടങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ പുലിയുടെ സാന്നിധ്യം കുറച്ചൊന്നുമല്ല മേഖലയെ ആശങ്കയിലാക്കുന്നത്. എന്നാൽ പുലി സ്ഥിരമായി സഞ്ചരിക്കുന്ന മേഖല വ്യക്തമാകാത്തതാണ് നടപടികൾക്ക് തടസ്സമാകുന്നതെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്തോട് ചേർന്നുള്ള കുറിച്ചു മേഖലയിൽ നിന്ന് പുലിയെ കൂടുവെച്ച് പിടികൂടിയിരുന്നു. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരം കിളിമാനൂരിൽ സ്വകാര്യ ബസ് കാലിലൂടെ കയറിയിറങ്ങി കാൽനടയാത്രക്കാരനായ വയോധികന് ഗുരുതര പരിക്ക്. കിളിമാനൂർ ചെങ്കിക്കുന്ന് സ്വദേശി ബാബുവിനാണ് പരിക്കേറ്റത്. പഴയ കുന്നുമേൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് മുന്നിലായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കവേ പുറകിലൂടെ വന്ന ബസ് തട്ടി വീഴുകയായിരുന്നു. വർക്കല പാലോട് റൂട്ടിലോടുന്ന കബീർ എന്ന ബസ്സാണ് അപകടമുണ്ടാക്കിയത്. തമിഴ്നാട് തേനി ജില്ലയിലെ ലോവർ ക്യാമ്പിൽ കാട്ടാനാക്രമണത്തിൽ തൊഴിലാളി സ്ത്രീ മരിച്ചു. ഗൂഢല്ലൂർ സ്വദേശി പിച്ചയുടെ ഭാര്യ സരസ്വതിയാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം തോട്ടത്തിൽ നിന്നും പണി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം. ഭർത്താവിനൊപ്പം വനാതിർത്തിയിലൂടെ പോകുമ്പോൾ വനത്തിൽ നിന്നും എത്തിയ കാട്ടാനയാണ് ഇവരെ ആക്രമിച്ചത്. ഉടൻ തന്നെ ഗൂഢല്ലൂരിലുള്ള സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കമ്പം സർക്കാർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇടുക്കിയിൽ വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. ചേറ്റുകുഴി ചിരവക്കാട് ജോബിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം പഴയ കൊച്ചറ സെന്റ് ജോസഫ് ചർച്ചിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിലാണ് ജോബിക്ക് പരിക്കേറ്റത്. ദേവാലയ തിരുനാളിനോടനുബന്ധിച്ച് വെടിക്കെട്ടിനിടെ പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്കൂൾ ബിൽഡിംഗിലേക്ക് തീ പടർന്നു പിടിക്കുകയായിരുന്നു. സംഭവത്തിൽ കമ്പംമെട്ട് പോലീസ് ദേവാലയ ഭാരവാഹികൾക്കെതിരെ കേസെടുത്തു. പൂർണ്ണമാകുന്നു സകലമാന കേരളം. ഇനി സ്പോട്ട് ലൈവിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ.